എന്താ സുമിത്രേ, എല്ലാവരോടുമായിട്ട് നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു? പറയാമേ. കീർത്തി, ഗാഥമോള് നീയും കൂടി ടെറസിലേക്ക് പോയിട്ട് അവിടെ എന്താ നടന്നത്? അവിടെ നടന്നതും എല്ലാവരും കണ്ടത് തന്നെയല്ലേ? മറ്റുള്ളവർ കണ്ട കാര്യമല്ല, അവിടെ എന്താ യഥാർത്ഥത്തിൽ നടന്നതെന്നാ ചോദിച്ചത്. എന്ത് പറ്റി സുമിത്രേ? ടെറസിലേക്ക് പോയ ഇവരുടെ പിന്നാലെ ഞാനും ഉണ്ടായിരുന്നു. ഗാഥമോള് വീണത് എങ്ങനെയാണെന്ന് ഞാൻ കണ്ടില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോ തൂങ്ങിക്കിടന്ന ഗാഥയുടെ കൈ പിടിയിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അല്ല, ഞാൻ അങ്ങനൊന്നും ചെയ്തില്ല. ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ചതാ. കള്ളം പറയരുത്. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നീ എന്ത് സമാധാനം പറഞ്ഞേനെ? അമ്മേ, ഞാൻ ചോദിക്കാം, മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ? അല്ലെങ്കിൽ ഗാഥയെ ഞാൻ വിളിച്ച് നിന്റെ മുന്നിൽ കൊണ്ടു നിർത്തും. നിർത്ത്. സുമിത്ര, ഇങ്ങ് മാറിയേ. നിന്റെ പക അടങ്ങിയിട്ടില്ലല്ലേ? ഒന്നുമില്ലാത്ത സ്നേഹം നടിച്ച് ഗാഥമോളെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോയപ്പോ സംശയിക്കണമായിരുന്നു. കൊല്ലാൻ തന്നെയായിരുന്നു ഉദ്ദേശം, അല്ലടി? അമ്മേ, അവള് വയ്യാതിരിക്കുവല്ലേ? വയ്യാതായിട്ടുണ്ടെങ്കിലേ അത് ദൈവം കൊടുത്ത ശിക്ഷയാ, മനസ്സിലായോ? എന്തൊരു തോന്നിയോസാ കാണിച്ചു കൂട്ടുന്നത്. ഈ വിവരം സീതാരാമ അറിഞ്ഞാലേ ഗാഥമാടത്ത് പിന്നെ ഈ വീട്ടിലേക്ക് വിടുവോ? ആ പെൺകുട്ടി ഒരു മര്യാദയുള്ളവളായതുകൊണ്ടാ സംഭവിച്ചതൊന്നും ആരോടും പറയാതിരുന്നത്. ഇനി എത്ര കാലം കൂടി ഇവരിങ്ങനെ സഹിക്കണം? എത്ര കാലായി അപകടപ്പെടുത്താനും കൊല്ലാനൊക്കെ തുടങ്ങിയിട്ട്? ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലും ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ്? നിർമ്മലേ, ഇനി ഇക്കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. കുടുംബത്തിന് അപമാനം വരുത്തി വെച്ച നിങ്ങൾ ഈ പടിയിറങ്ങിയേ പറ്റൂ. അയ്യോ ഏട്ടാ, ഇവളുടെ ഭാഗത്തുനിന്ന് തെറ്റ്, ഒന്ന് ക്ഷമിച്ചൂടെ? നല്ലത് പഠിപ്പിക്കേണ്ട അവസരങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പൊ കരഞ്ഞിട്ട് കാര്യമില്ല, ഇറങ്ങിയാ മതി. സുമിത്രേ, അവള് കാണിച്ച തെറ്റിന് എല്ലാവരുടെയും കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയും. പ്ലീസ്, ഞങ്ങളെ ഇറക്കി വിടരുത്. സുമിത്ര ഒന്ന് പറ. നന്ദേട്ടാ, അവസാനമായിട്ട് ഒരിക്കൽ കൂടി ഇത് പറഞ്ഞു പറഞ്ഞു മടുത്തു സുമിത്രേ. ഈ കുടുംബത്തിൽ പറഞ്ഞോളല്ലേ ഇവള്, അതിന്റെ അന്തസ് കാണിച്ചൂടെ? അച്ഛനും അമ്മയും മോളും കൂടി എപ്പോഴും ഈ നാടകം നടത്തി കൂട്ടുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഞാൻ ഇവളെ കല്യാണം കഴിക്കുന്നു വിചാരിച്ചിട്ടാണെങ്കിലേ അത് വേണ്ട. ഒരു പ്രളയം വന്ന് സർവ്വ സ്ത്രീകളും മരിച്ചൊടുങ്ങി. ബാക്കിയാവുന്നത് ഇവള് മാത്രമാണെങ്കിൽ പോലും എനിക്കിവളെ വേണ്ട. ഞാൻ ഇവളെ തൊടത്തില്ല. ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനുമില്ല. നിർമ്മലേ, എനിക്ക് പറയാനുള്ള അവസാന വാക്കാണ് ഞാൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞത്. ഇനി എനിക്ക് നിന്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുടുംബത്തിലൊരാള് തന്നെ കുടുംബത്തിന്റെ ശാപമാണെന്ന് പറയുന്നതേ അതൊരു വല്ലാത്ത യോഗമാണ് നിർമ്മലേ. ഇനിയെങ്കിലും കുറച്ച് മാനത്തോടെ ജീവിക്കാൻ നോക്ക്.